ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ റിഹാനയാണ്. പുതിയ വർഷമാണ്, ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര വലിയ പ്ലാനിങ് ഒക്കെയാണ് അല്ലേ പലർക്കും. പക്ഷെ പല പ്ലാനുകളും ഈ ഒരു വർഷം അവസാനം എത്തുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ടിലേക്ക് എത്താറില്ല. എന്താ കാര്യം എന്ന് അറിയൂ? നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ജേണി, ആ യാത്രയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, തടസ്സങ്ങൾ വരും. ഇതിനെയെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നല്ലേ പല ആൾക്കാരും ഒരു വിചാരമുണ്ട്, അവരൊക്കെ എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് പോണേ, അവരൊക്കെ എന്ത് സൂപ്പറാണ് എന്നുള്ള ഒരു കമ്പാരിസൺ ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയ്ക്കും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ വഴിയെ മാത്രം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകും. അടുത്തൊരു സ്റ്റെപ്പിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്. എന്നാലും പല സമയത്തും നമുക്ക് പല സെൽഫ് ഡൗട്ടുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ എവിടെയായിരുന്നു ഇത്രയും നാളും? ഒരുപാട് വെല്ലുവിളികളൊക്കെ സ്വീകരിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടല്ലേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഒരു എഫേർട്ട് എടുക്കാനും ഇനിയും ഇതിനേക്കാൾ വലിയ പടികൾ കടക്കാനും ഒക്കെ നമുക്ക് കഴിവുണ്ട്. നമ്മൾ ഒരുപാട് വിജയങ്ങൾ കണ്ടവരാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക്. ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന്റെ മറുപടി അപ്പം തന്നെ കിട്ടണം, അല്ലെങ്കിൽ റിസൾട്ട് വിജയം അപ്പം തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെ സാധിക്കും? എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. കൃത്യമായിട്ട് അതിന്റെ ഒരു സമയത്തിലേ അതിന്റെ വിജയം നടക്കുള്ളൂ. അതിനുവേണ്ടി ഒരു സ്റ്റക്കാവുക, ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു പാർട്ടാണ്. അതിനൊരു സമയം നമ്മൾ കൊടുത്തേ പറ്റൂ. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മൾക്ക് കുറച്ച് ക്ഷമയോടുകൂടി അതിനെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈസി ആയിട്ടല്ലേ നമ്മളുടെ ആ ഒരു ലക്ഷ്യം കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷകളൊക്കെ നടക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു മണ്ടത്തരല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കുന്നതെല്ലാം നമ്മുടെ പ്രതീക്ഷകൾ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജേണിയെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം നമ്മളുടെ ആ ഒരു നമ്മളെ വിശ്വസിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വിഷൻ ഉണ്ടാവും. അതായത് ഒരു ലെൻസിന്റെ പവർ പോലെയാ, നമ്മൾക്ക് അത്രയ്ക്കും ഷാർപ്പണായിരിക്കും നമ്മളെ വിഷൻ. നമുക്കൊരു തീരുമാനം എടുക്കാനും ഒരു ചിന്തിച്ച് കാട് കയറി പോകാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തുടക്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരു നമ്മുടെ ലക്ഷ്യം കാണും വരെയും അല്ലെ തോൽവി സമ്മതിക്കാതെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്.